വരുന്നുണ്ട്. ആശാ വർക്കർമാരുടെ സമരം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം അവസാനിച്ചിരിക്കുന്നു. ചർച്ച വിജയിച്ചിട്ടില്ല. വളരെ നിരാശകരമായ ഒരു വാർത്ത. വി അരുൺ എന്നോടൊപ്പം ചേരുന്നു. അരുൺ, എന്താണ് ഈ പ്രശ്നം അവസാനിക്കാത്തത്? എന്താണ് ഏറ്റവും ഒടുവിൽ തടസ്സമായി നിൽക്കുന്നത്? മന്ത്രിക്ക് സർക്കാരിന് പുതുതായി ഒരു വാഗ്ദാനവും അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനവും മുന്നോട്ട് വയ്ക്കാനില്ലായിരുന്നു. പൂർണ്ണമായും ചർച്ച പരാജയമെന്നാണ് സമരക്കാർ പറഞ്ഞത്. പ്രതികൾ അല്പസമയത്ത് ലഭ്യമാകും. മന്ത്രി പരിഹസിക്കുകയായിരുന്നു. ഗൺ പോയിന്റ് നിർത്തി കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചു എന്ന വിമർശനം പോലും നമ്മൾ സംസാരിക്കുമ്പോൾ സമരക്കാർ ഉന്നയിക്കുന്നു. ഇപ്പോൾ മിനിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. എന്തായിരുന്നു മന്ത്രി പറഞ്ഞത്? രാവിലെ NHM ഡയറക്ടർ നടത്തിയ ചർച്ചയിൽ നിന്നും ഒരു ശതമാനം പോലും മുന്നിലേക്ക് പോകാനുള്ള യാതൊന്നും തന്നെ ചർച്ചയിലില്ലായിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ട ഓണറേറിയത്തിന്റെ വർധനവ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അത്തരം കാര്യങ്ങളൊന്നും തന്നെ അത് ചർച്ചയ്ക്ക് എടുക്കുവാൻ പോലും എടുക്കാതെ മറ്റു കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയും മറ്റും. ഒടുവിൽ സർക്കാരിനെ ഇങ്ങനെ ഗൺ പോയിന്റ് നിർത്തി നമ്മൾ പൊടുന്നനെ വന്ന് ആവശ്യപ്പെട്ട് 300% വർധനവൊക്കെ ആവശ്യപ്പെട്ടാൽ എങ്ങനെ തരും? സർക്കാർ ഒപ്പമുണ്ട്, സർക്കാർ കൂടെയുണ്ട്. അടുത്ത ആഴ്ച ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോകുന്നുണ്ട്. ചർച്ച ചെയ്യാം. നിങ്ങൾ പോകണം, നിങ്ങൾ തിരിച്ചു പോകണം. മന്ത്രി പറയുന്നത് എന്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ വിഷമമുണ്ട്. ആശമാർ പിരിഞ്ഞു പോകണം, ഇതാണ് ആവശ്യം. മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു ആവശ്യങ്ങളെ കുറിച്ച് എന്താണ് വ്യക്തമായി പറഞ്ഞത്? എന്താണ്? സമരം നിർത്തി പോകുക എന്നത് പറയാനാണ് വിളിച്ചത്. ചുരുക്കി പറഞ്ഞ ഞങ്ങൾ ചോദിച്ചു, 1 രൂപയുടെ പോലും വർധനവില്ലാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ്? അത് സർക്കാരിന്റെ പ്രാരാബ്ധത്തെക്കുറിച്ച്, സാമ്പത്തിക പരാധീനതയെക്കുറിച്ച് മന്ത്രി എപ്പോഴും പറയുന്ന കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ചർച്ചയെ നടക്കുന്നില്ല. മറിച്ച് ജോലിഭാരത്തെക്കുറിച്ച്, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ അങ്ങനെ വാദോരാതെ സംസാരിച്ചു മന്ത്രി. ഉദ്യോഗസ്ഥർ രാവിലെ ചർച്ച ചെയ്ത NHMന്റെ ഡയറക്ടർ അടക്കം ആ ചർച്ചയിലുണ്ടായിരുന്നു. NHM ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ ചെയ്ത ചർച്ചയിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഇപ്പോഴുള്ളതിന് മറുപടി പറയാനില്ല. ഒരാവശ്യം പോലും പരിഗണിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞ മറ്റു ചില ഇഷ്യൂസിനകത്ത് ഓർഡർ എടുക്കാം, പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ സൈഡ് ഇഷ്യൂസ്, അതിലേക്കൊന്നും ഞങ്ങൾ എന്താണ് സർക്കാർ ഉദ്ദേശിച്ചത് മനസ്സിലായത്? എന്തായിരുന്നു സർക്കാർ ഒരു ചർച്ച നടത്തി എന്ന് വരുത്തണം. അതിനപ്പുറത്തേക്ക് അതിനകത്തൊന്നുമില്ല. പേരിനൊരു ചർച്ച. അതായത് ഫെബ്രുവരി 15-ാം തീയതി മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ നിന്നും 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ലെന്ന് നമ്മുടെ പ്രസിഡന്റ് അവിടെ സൂചിപ്പിച്ചു. അതിനെ അവർ വളരെ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു മട്ടിലാണ് ചോദിച്ചത്. ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്ന മട്ടിൽ നമ്മൾ സമരവുമായി മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇല്ല, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. അത് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഒരു ചർച്ച വിളിച്ചു. നമ്മൾ ചർച്ച വിളിക്കണം ആവശ്യപ്പെട്ടിരുന്നു. അത് വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒരു പരിഹാരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീണ്ടും മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഇതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. നാളെ രാവിലെ 11 മണിക്ക് നമ്മുടെ നിരാഹാര സമരം ആരംഭിക്കും. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. നിരാഹാരത്തിന് തയ്യാറായി ധാരാളം ആശമാർ സംസ്ഥാനത്തിനെമ്പാടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും രാവിലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം വളരെ വീറോടുകൂടി ആശമാർ മുന്നോട്ട് വരികയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല, ഒരിക്കലുമില്ല, ഒരിക്കലും പിന്നോട്ടില്ല. അതെ, സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത കാര്യമൊന്നും നമ്മൾ ചോദിച്ചിട്ടൊന്നും അതിനകത്തൊരു മറുപടിയില്ല. മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി അത് ആശമാർ മനസ്സിലാക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. മന്ത്രി വളരെ പ്ലീസിംഗ് ആയിരുന്നു. നിങ്ങളത് ഉൾക്കൊണ്ട് പിരിഞ്ഞു പോകണം എന്നുള്ളതാണ്. ഇല്ല, ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു. അതെല്ലാം കേട്ടതിന് ശേഷം മന്ത്രിക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ചർച്ച എന്ന പേരിൽ സംസാരിച്ചത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു ഞങ്ങളുടെ ഡിമാൻഡുകൾ ഇതാണെന്ന്. പക്ഷെ അതിനകത്തൊന്നും തരാൻ നിസ്സഹായരാണ്. ഒന്നുപോലും. മന്ത്രിയുടെ താല്പര്യം ഒരു ചർച്ച വിളിച്ചു, അത്രയും. നിരാഹാരത്തിന് മുൻപ് ഒരു ചർച്ച വേണമായിരുന്നു.
അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കൂലേ ആരോഗ്യമന്ത്രി പെണ്ണായിട്ട് ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് വിളിച്ചില്ലല്ലോ എന്ന് വിചാരിക്കത്തില്ലേ? അതിന്റെ പേരിന് വേണ്ടി മാത്രം. ഒരു പ്രശ്നം ഇവിടെ സമരിക്കുന്നത് മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ആരോഗ്യ സംവിധാനം തളം തെറ്റിയല്ലേ നമ്മുടെ പ്രാദേശികമായിട്ട് ഉൾപ്പെടെ, അതൊക്കെ ചർച്ച ചെയ്തു. അത് അവർക്കറിയാവല്ലോ. അവർ പറഞ്ഞു നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ ആരോഗ്യ സംവിധാനത്തിൽ നിങ്ങളുടെ പോരായ്മയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. മന്ത്രി പറഞ്ഞത് സാമ്പത്തിക പരാധീനത കേൾപ്പിക്കാനാണ് ഞങ്ങളെ വിളിച്ചത്. അതായത് ചർച്ച നടത്തി, ചർച്ചയ്ക്ക് വേണ്ടി ചർച്ച. അതെ, ഇല്ല ഇല്ല. ഇതായിരുന്നു നിലപാട്. അതാണ് വി അരുൺ, ചർച്ചയ്ക്ക് വേണ്ടി ഒരു ചർച്ച നടത്തി ആരോഗ്യമന്ത്രി എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ആശമാർ ഉന്നയിക്കുന്നത്. അവരെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു. ഗൺ പോയിന്റിൽ നിർത്തി അവരിൽ നിന്ന് കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനാവില്ല. ശ്രീ അരുൺ, യെസ്, ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഞങ്ങളുടെ മോണിറ്ററി ഡിമാൻഡ്സാണ് പ്രധാനപ്പെട്ടത്. ഓണറേറിയം വർദ്ധിപ്പിക്കണം, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ തരണം, അതേപോലെ പെൻഷൻ. ഈ 3 കാര്യത്തിലും അവർക്ക് യാതൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് KP റോസമ്മ ഒരു രീതിയിൽ അവസാനം ചോദിച്ചു, നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും എന്ന് വരെ അവർ ചോദിച്ചു. അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തത് കൊണ്ടാണുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ അതിനെ അവർ ഒന്ന് പരിഹാസമായിട്ട് അങ്ങ് തള്ളിക്കളയാ ചെയ്തു. മീൻസ് അങ്ങനെ ഒരു ചർച്ച ഇത് വേണോ, നമ്മൾ വില പേശണോ എന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അവരിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. അവരിന്ന് വരാത്തത് കൊണ്ട് അവർ അക്ഷമയായിട്ടാണ് അവർ ചോദിച്ചത്. പക്ഷെ അതിൽ പോലും ഇത്തരം ഒരു സമരങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സർക്കാർ എന്തെങ്കിലും ഒരു വാഗ്ദാനം ഒന്നും ഉണ്ടായില്ലെന്നാണ് പറയുന്നത്. ഒരു വാഗ്ദാനം മുമ്പോട്ട് വയ്ക്കും, എന്നിട്ട് നമ്മളോട് ചോദിക്കും എന്താണ്. അതുണ്ടായില്ല. അങ്ങനെ ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല. ഈ മോണിറ്ററി ഡിമാൻഡ്സിന്റെ മുകളിൽ യാതൊരു തരത്തിലും അവർ മുന്നോട്ട് വരാൻ തയ്യാറാണ്. സാമ്പത്തിക ഭാരവും ആ കഥനകഥയൊക്കെ പറഞ്ഞു. കഥനകഥയും ശേഷം നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നുള്ള അഭ്യർത്ഥന വെച്ചു. ഞങ്ങൾ പറഞ്ഞു ഈ നല്ല വാക്കുമായിട്ട് അവിടെ ചെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. 26,000 ചില്ലാനം വരുന്ന ആശമാർ ഉറ്റുനോക്കുന്നത് നിങ്ങൾ എന്ത് വാങ്ങി വരുന്നു എന്നുള്ളതാണ്. ഈ സമരത്തിലൂടെ നിങ്ങൾ എന്ത് നേടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് നേടിയെന്ന് പറയാൻ ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് ഇത് പിൻവലിക്കാൻ കഴിയില്ല. ഈ ആശമാരുടെ സ്നേഹവായ്പൊക്കെ പ്രകടിപ്പിച്ചോ മന്ത്രി? അതവര് എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ആശമാരോടൊപ്പമാണ്, ചേർത്ത് നിൽക്കും, അതുപോലുള്ള നല്ല വാക്കുകളൊക്കെ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവരെ അങ്ങനെ വെയിലിലും മഴയിൽ ഇരിക്കുന്നതിൽ വേദനയുണ്ട് ഇതൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് സഫലമാവുന്നത് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടാണ്. എന്തെങ്കിലും കൊടുത്തിട്ട് അത് പറഞ്ഞാൽ ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് അടുത്ത്? നിങ്ങളുടെ നാളെ നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതെങ്ങനെയാവും? നാളെ നിരാഹാര സമരം തുടരും. ശക്തമായ സമരവും പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും. ഒരു ദിവസം 3 അങ്ങനെയാണോ? 3 പേരെ ഒഴിട്ടാണ് അങ്ങനെയാണ്? ഞങ്ങളിപ്പം ഒരു സമയം 3 പേരാണ് നിരാഹാരം കിടക്കുന്നത്. നാളെ 3 പേർ നിരാഹാരം ആരംഭിക്കും. അതുതന്നെയാണ് മനു, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് സമരക്കാർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത റോസമ്മ ആശാ പ്രവർത്തക കൂടിയാണ്. എന്താണ് മന്ത്രിയുടെ അവസാനം ചോദിച്ചോ ഈ ശമ്പളം എത്ര കൂട്ടി തരാൻ പറ്റും, ഇൻസെന്റീവ് എത്ര കൂട്ടാൻ ചോദിച്ചായിരുന്നു? ഞാൻ ചോദിച്ചായിരുന്നു. എന്താ ചോദിച്ചത്? അവസാനം മന്ത്രി പോണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പ്രതീക്ഷിച്ച് ഒരുപറ്റം ജനങ്ങൾ അവിടെ ഇരിക്കുക. ഞങ്ങളും പ്രതീക്ഷയോടുകൂടിയാണ് ചർച്ചയ്ക്ക് വന്നത്. മന്ത്രിയുടെ ഡിമാൻഡ്, ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചാൽ എത്രയ്ക്ക് അംഗീകരിക്കാൻ പറ്റും എന്ന് പോലും ചോദിക്കേണ്ട ഗതികേട് വന്നു. എന്താ പറഞ്ഞ അവര്? അപ്പോഴെല്ലാവരും ഒന്ന് ചിരിക്കുക ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് അതിന് മറുപടി പോലും കിട്ടിയില്ല. ഒരു നാണയ തുട്ട് പോലും കൂട്ടാൻ അവർ ധാർഷ്ട്യത്തോട് തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും മന്ത്രി 38 ദിവസത്തിന് ചർച്ചയ്ക്ക് വിളിക്കാൻ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായും ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിക്ക് ഈ ചർച്ച സംബന്ധിച്ച് ഞങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, മന്ത്രിക്ക് തരാനുള്ള നല്ല മനസ്സുണ്ട്, പക്ഷെ സമ്മതിക്കാത്തത് ഉദ്യോഗസ്ഥരാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞവര്? അപ്പോഴൊന്ന് ചിരിച്ചു, അത്രേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ഒരു ചർച്ചയുടെ ഒരു എങ്ങനെയാണ് ചർച്ച? സാധാരണ പല ചർച്ചകളും പല വാഗ്ദാനങ്ങൾ മുന്നിൽ വെച്ച് ചർച്ച നടത്തുന്നത്, ഇതെന്താ സംഭവിച്ചത്? ഇതിപ്പോ നമ്മുടെ മന്ത്രി, നമ്മളിപ്പം തെരുവിൽ കിടക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. ആശമാരെ അവര് സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. തെരുവിൽ കിടക്കാൻ പാടില്ല. ഈ NRHM ജോലികളെല്ലാം, ആരോഗ്യവകുപ്പിലെ ജോലികളെല്ലാം താളം തെറ്റി കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ സമരം അവസാനിപ്പിച്ച് ജോലിയിൽ കയറണം.